അസ്സലാമലൈക്കും. അങ്ങനെ നമുക്കും കിട്ടിയൊരു മഴ. ഭയങ്കര ഇടിയുണ്ട്. പക്ഷേ കണ്ട മോനിരിക്കണ കണ്ട, അവന് മഴയത്ത് കുളിക്കണോ. നല്ല സൂപ്പർ മഴ കണ്ട. അങ്ങനെ മോളെ മദ്രസയിൽ വിടാൻ ഒരുക്കി നിർത്തിയപ്പോഴത്തേക്ക് പെരുമഴ. ഇന്ന് വൈകിട്ടായിരുന്നു. അല്ല, എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ വീടൊക്കെ എല്ലാവരെയും കാണിച്ചു തന്നിട്ടില്ലേ. ഇതാണ് എൻ്റെ വീട്. കണ്ട, ആടിന് തോലൊടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം മഴ നനഞ്ഞാലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ച് ഞാൻ. ചക്കയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് കാഴ്ചതാണ് ആ പ്ലാവ്. താഴെ ഒരു വീടുണ്ട്. എനിക്കിവിടെ വീട് അയലൊക്കെ കുറവാണ്. അങ്ങ് മേളിലോട്ടേ ഉള്ളൂ. താഴെ പിന്നെ ഒരു വഴിയാണ്. ബേക്ക് ഭാഗമുണ്ട്. അങ്ങൊക്കെ വീടുണ്ട്. ഇതാണ് എൻ്റെ വീട്. അടുക്കള. രണ്ട് റൂമുണ്ട്. ഒരു റൂമിൽ നമ്മൾ കിടക്കും, ഒരു റൂമിൽ ഡ്രസ്സ്, മക്കൾക്ക് പഠിക്കാനുള്ളത് അങ്ങനെയൊക്കെ ഇരിക്കണം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? മോൻ എങ്ങനെ നിൽക്കുന്നുണ്ടാ മഴയത്ത്? അവന് മഴയത്ത് കുളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, ഇടിയുണ്ട്, പേടിക്കും. ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. സുഖം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി അങ്ങനെ ലൈവിൽ വരില്ല. അതിന് വാച്ചിങ് അവർ കാണണം മക്കൾ. വാച്ചിങ് അവർ ഇതിന് വേണ്ടിയായിരുന്നു ഞാൻ ലൈവിൽ വന്നത്. ഇടയ്ക്ക് വരും, പക്ഷേ രാവിലെയും വൈകിട്ടും ആ ലൈവിന് ഞാൻ വരില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ യൂട്യൂബിൽ വരുമാനം കിട്ടുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ലൈവിന് വാച്ചിങ് അവർ കയറൂല, നമ്മളെ വീഡിയോസിന് മാത്രമേ വാച്ചിങ് അവർ കയറുള്ളൂ. എൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോസ് റീച്ചായ വീഡിയോ ഡിവോഴ്സാണോ ആരുമില്ലേ, അത് 23K അത്ര സംതിങ് കണ്ട്. പക്ഷെ അതിന് തന്നെ എൻ്റെ വാച്ചിങ് അവർ കണ്ടിരിക്കുന്നത് 739 വാച്ചിങ് അവറാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 4000 മണിക്കൂർ വേണം. അപ്പോൾ ഈ വീഡിയോ എത്ര കാണുമെന്ന് അറിഞ്ഞുകൂടാ. അതായത് 28 ദിവസമാണ് ഒരു ഇത് മണിക്കൂർ വരുമാനം കിട്ടുന്നതിന് 28 ദിവസം. അപ്പം അത് മുന്നേ ഇട്ട വീഡിയോ ആണ്. അത് തന്നെ ഏകദേശം 1.5 മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു ആ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് ഇന്ന് ലൈവിൽ അങ്ങനെ വരില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്പറിൽ, മുൻ വീഡിയോസിൽ നമ്പറുണ്ട്, നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നുണ്ട്. എന്നാൽ 10 മിനിറ്റുള്ള ഒരു വീഡിയോയൊക്കെ ഇടുമ്പോഴേ ചിലപ്പോൾ അത് 5 മിനിറ്റിലാകുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോകില്ലേ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ. ഞാൻ കൂടിപ്പോയാൽ 4 മിനിറ്റ്, 5 മിനിറ്റ്, 6, ഇതിൽ കൂടുതൽ ഞാൻ ഇട്ടിട്ടില്ല. കാരണം വെച്ചാൽ പുറത്തൊന്നും പോകുമ്പം കുട്ടികളെ കൊണ്ടിട്ടൊക്കെ പോകുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റൂല. ഒന്നാമത്തെ കാര്യം. അങ്ങനെ പുറത്ത് പോക്കും കുറവാണ്. ഇൻഷാ അല്ലാഹ് വീടൊക്കെ ആവട്ടെ. പിന്നെ വരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴൊന്നും. ഒരു കടമ്പ മാത്രം പൂർത്തിയായി. 1K സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ മേളിലോട്ടായി. അപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. കണ്ട കുരുത്തക്കേട് കണ്ട. വീഡിയോ കിട്ടിയപ്പോൾ കതവിനകത്ത് കയറി ഒളിച്ചിരിക്കണം. അപ്പോൾ ശരി എന്നാൽ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ തന്നെ മഴ. അപ്പോൾ മഴ കണ്ടുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം. എന്താ ചെരുപ്പൊക്കെ പറക്കി വെള്ളത്തിൽ എറിഞ്ഞു. കുരുത്തക്കേടാണ് ഭയങ്കര. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.